ഹായ് ഹലോ, ഇന്നൊരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ അടുത്ത് ഒറ്റപ്പാലം മനശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് മലയാള സിനിമയുടെ തറവാട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റണ ഒരു മന ഉണ്ട് കേട്ടോ, വരിക്കാശ്ശേരി മന. അപ്പോൾ അവിടേക്കാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. കുറേ അധികം സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു മന കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ രാവണപ്രഭു, ആറാം തമ്പുരാന്, പിന്നെ അങ്ങനെ അറിയപ്പെടുന്ന കുറേ അധികം സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മനയിലേക്ക് പ്രവേശിക്കാനായിട്ട് 30 രൂപയാണ് കേട്ടോ ചാർജ് വന്നിട്ടുള്ളത്. എന്നിട്ട് പാസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറി. പുറത്ത് ഭയങ്കര ചൂടാണെങ്കിലും മനയുടെ ഉള്ളിൽ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അങ്ങനെ കയറി ചെല്ലുമ്പോഴതന്നെ സൈഡിലായിട്ടൊരു റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി കണ്ടു. പിന്നെ എന്താ പറയുക, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനെ ഈ പഴയകാല വീടും അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര പുതുമുള്ള കാര്യമാണല്ലോ. പിന്നെ ആ റൂമിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് കയറുമ്പോഴത്തേനും നടുമുറ്റായിട്ടാണ് കേട്ടോ. അപ്പോൾ നടുമുറ്റം അതിന് ചുറ്റും റൂമും കാര്യങ്ങളും അടുക്കളയും അങ്ങനെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. എന്താ പറയുക, നടുമുറ്റാണ് എനിക്ക് ഏറ്റവും ഈ മനയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം കേട്ടോ. നടുമുറ്റാണ്. ഞങ്ങൾ കുറേ നേരം അവിടെ തന്നെ ഇരിക്കലും അതുപോലെ തന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ പഴയ വീടിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചാന്തിട്ട നെല്ലും അതുപോലെ തന്നെ ഇങ്ങനെ നടുമുറ്റക്കായ വീട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ എത്ര വലിയ വീട് പണിതാലും ഇങ്ങനത്തെ വീട്ടിൽ നിൽക്കണ സുഖം നമുക്ക് കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഞങ്ങൾ ഈ തറവാട് മൊത്തം നടന്ന് കണ്ടു കേട്ടോ. ഇനി പോണതാണ് കേട്ടോ ഇവിടുത്തെ അടുക്കള എന്ന് പറയുന്നത്. പിന്നെ സൈഡിലായിട്ട് തന്നെ നമ്മൾ വെള്ളമൊക്കെ കോരണതില്ലേ, കിണറും അതുപോലെ തന്നെ അവിടെ തന്നെ നിന്നിട്ട് വെള്ളം കോരണ സൗകര്യമൊക്കെ ആയിട്ട് നമ്മളിത് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. മഞ്ജു വാര്യരൊക്കെ ഇതിൽ ഈ പുഴയും കടന്ന് അങ്ങനെയൊക്കെയുള്ള സിനിമയിൽ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് മനസ്സിൽ ഓർമ്മ വരും കേട്ടോ അങ്ങനെ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ അത് അറിവൊക്കെ എത്തി നോക്കുന്നുണ്ട്. അവർക്കൊക്കെ അത് ആദ്യമായിട്ട് ആണ് കേട്ടോ ഇങ്ങനത്തെ ഒക്കെ കാണുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അടുക്കളയിലേക്ക് പോയി. അവിടെ അരിയാട്ടണതും അങ്ങനെ ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊക്കെ പുതുമയായിരിക്കും കേട്ടോ. ആ ഒരു അടുക്കളയുടെ സൈഡിൽ തന്നെ ആയിട്ട് വലിയൊരു അടുക്കളയും പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ അടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വലിയൊരു അടുക്കള പോലെ നമ്മൾ കണ്ടു കേട്ടോ. വലിയ പരിപാടിയൊക്കെ കൂടുമ്പോൾ ചെയ്യാനുള്ള രീതിക്കായിരിക്കും കേട്ടോ. കുറേ വലിയ മറ്റേ അടുപ്പിനേക്കാളും ഒക്കെ വലുതായിട്ടാണ് കേട്ടോ ഇവിടെ പണിത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഈ കാണുന്നതൊക്കെ റൂമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ റൂമിലൊക്കെ ഇതുപോലെ കയറി നടന്ന് കണ്ടു കേട്ടോ.
പിന്നെ ഈ വീടിന് മേൽഭാഗത്തേക്ക് ഉണ്ട് കേട്ടോ, പക്ഷെ അവിടേക്ക് പ്രവേശനമില്ല എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മേൽഭാഗത്തേക്കൊന്നും കയറിയില്ല. പിന്നെ അടുക്കളയുടെ ഒക്കെ ഈ ഒരു സൈഡിലായിട്ട് തന്നെ വലിയൊരു ഹാള് പോലെ ഉണ്ട് കേട്ടോ. ഈ ഹാളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ മൊത്തം വ്യൂ പാടാണ് കേട്ടോ. അപ്പോൾ സൈഡിൽ പാടൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ അവിടെ ഇരിക്കാനൊക്കെ ആയിട്ട്. ഈ ഹാളിൽ നിന്ന് നേരെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഒരു കുളിക്കടവുണ്ട് കേട്ടോ. അങ്ങനെ അത് കുറേ നമ്മൾ സിനിമയിലൊക്കെ കണ്ട കടവാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങി നടന്നു. ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കുളിക്കടവ്. പക്ഷെ അത് അവിടെ പൂട്ടിയിട്ടേക്കുക, നമുക്ക് അവിടേക്ക് കയറാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ അധികം നേരം നിന്നില്ല. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് നമ്മൾ ആറാം തമ്പുരാനിലൊക്കെ ഫേമസ് സീന് ഷൂട്ട് ചെയ്ത ക്ഷേത്രമാണ് കേട്ടോ. അവിടേക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രവേശനമല്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നേരെ അവിടെ നിൽക്കാതെ പിന്നെ നേരെ മനയിലേക്ക് തന്നെ പോയിട്ടോ. പിന്നെ എന്താ അധിക നേരമൊന്നും പിന്നെ അവിടെ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. എല്ലാം കണ്ടിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പാരാമൗണ്ടിൽ പോവുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അർവിയും നാഫിലും ഇക്കും നൂൽ പൊറാട്ടയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്തു. പിന്നെ കുറച്ച് നേരം വെയിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. പിന്നെ ഫുഡ് വന്നു. അങ്ങനെ ഫുഡൊക്കെ എത്തിയിട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ കളിക്കണ ഏരിയ ഉണ്ടല്ലോ. പിന്നെ അർജുന് മൊത്തം അവിടെ കുറച്ച് നേരം കളിക്കണം പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഹോട്ടലിൽ നിന്ന് നേരെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ റോയൽക്ക് പോയിട്ടോ. അർജുൻ ഉറങ്ങുന്നതുകൊണ്ട് അലിക്കും അർജും കാറിൽ തന്നെ ഇരുന്നു കേട്ടോ. ഞാനും കുട്ടികളും മാത്രമാണ് കേട്ടോ പോയി പർച്ചേസ് ചെയ്തത്. അറവാക്ക് കുറച്ച് ബുക്കും കാര്യങ്ങളും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു.
അങ്ങനെ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ വാങ്ങാനായിട്ട് പോയിട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ബില്ലടിക്കണടത്തേക്ക് പോയിട്ട് അങ്ങനെ ബില്ലടിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ സാധനങ്ങൾ നേരെ വണ്ടിയിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.